നിയമസഭാ തെരഞ്ഞെടുപ്പ് കളത്തിൽ ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ വട്ടിയൂർക്കാവിൽ പെട്ട് വട്ടം ചുറ്റുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി നിർണയം എളുപ്പമാകില്ല എന്ന് വേണം കരുതാൻ, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ. മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് ലക്ഷ്യം വയ്ക്കുന്നു. മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ താൽപര്യം മേയർ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞ ആർ ശ്രീലേഖ എന്ന പേരിലാണ്. 5 സീറ്റെങ്കിലും ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് നേരിടാനൊരുങ്ങുന്ന ബി.ജെ.പിക്ക് തലസ്ഥാനത്തെ ഈ പോര് തിരിച്ചടിയാകുമോ? വട്ടിയൂർക്കാവിൽ മാത്രമാണോ വടംവലി? ആദ്യം ആർ ഡി എക്സ്ട്രാ. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുകയും 2016 മഞ്ചേശ്വരത്ത് നിന്ന് 89 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെടുകയും ചെയ്ത കെ സുരേന്ദ്രൻ ഇത്തവണ വിജയസാധ്യത ഏറെയുള്ള മണ്ഡലം വേണമെന്ന നിലപാടിലാണ്. കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് ലീഡുള്ള വട്ടിയൂർക്കാവ് സീറ്റ് അനുവദിക്കണമെന്നാണ് സുരേന്ദ്രന്റെ ആവശ്യം. എന്നാൽ ആർ ശ്രീലേഖയെ മേയറാക്കാമെന്ന വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തതിനാൽ വട്ടിയൂർക്കാവ് സീറ്റ് അവർക്ക് നൽകണമെന്ന താൽപര്യമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്. വോട്ട് വിഹിതത്തിനപ്പുറം നിയമസഭയിൽ 5 മുതൽ 7 സീറ്റുകൾ വരെ നേടുക എന്നതാണ് പ്രധാനമായും ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വോട്ട് ശതമാനം കുറഞ്ഞിരുന്നു. 14.76% വോട്ടാണ് ഇത്തവണ ലഭിച്ചത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് 15.2% ബി.ജെ.പിക്ക് 20% കൂടുതൽ വോട്ട് നേടാനായത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ്. ഇതിനു പിന്നാലെയാണ് തിരുവനന്തപുരത്തെ സീറ്റുകളിൽ ലക്ഷ്യമിട്ട മുതിർന്ന നേതാക്കളുടെ പിടിവലി. RDX റാപ്പ് ന്യൂസ് മലയാളം. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് ലീഡുള്ള വട്ടിയൂർക്കാവ് സീറ്റ് വേണം എന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പോൾ പ്രശ്നം. വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നതാണ് കെ സുരേന്ദ്രന്റെ നിലപാട്. വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയെ പരിഗണിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പി ദേശീയ നേതൃത്വം ഇടപെടുന്നു എന്നുള്ളതാണ് സൂചന. RSS നിലപാടുകൾ ഇക്കാര്യത്തിൽ നിർണായകമാകും എന്നുള്ള പ്രശ്നമുണ്ട്. 30 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയായിരുന്നു ബി.ജെ.പി. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കും എന്ന്. ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നത് കായംകുളം സീറ്റിൽ നിന്നാണ് റിപ്പോർട്ടുകൾ. പ്രശാന്ത് ശിവൻ പാലക്കാടും സന്ദീപ് വചസ്പതി ചെങ്ങന്നൂരും മത്സരിക്കാനാണ് ഇപ്പോൾ സാധ്യത. കെ സുരേന്ദ്രനെയും പാലക്കാട് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. PK കൃഷ്ണദാസ് കാട്ടാക്കടയിലും കുമ്മനം രാജശേഖരൻ ആറന്മുളയിലും മത്സരിച്ചേക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം ആഘോഷമാക്കാൻ ഈ മാസം 11 അമിത്ഷാ എത്തും. മോദി തിരുവനന്തപുരം സന്ദർശിക്കുന്ന തീയതി അമിത്ഷാ പ്രഖ്യാപിക്കും. അമിത്ഷാ എത്തുന്നതോടെ ജനുവരി 12 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങും. വോട്ട് വിഹിതം കൂട്ടുന്നതിനപ്പുറം പരമാവധി സീറ്റുകളിലെ വിജയമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. മേയറാക്കാത്തതിന് പകരം വട്ടിയൂർക്കാവ് സീറ്റിലേക്ക് പരിഗണിക്കുന്നതായി കേൾക്കുന്നല്ലോ എന്ന ചോദ്യത്തോട് ആർ ശ്രീലേഖയുടെ പ്രതികരണം എന്തായിരുന്നു എന്നതുകൂടി നമുക്ക് കണ്ടുവരാം. ഓഫർ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവിടെ ഹാപ്പിയാണ്. ഇവിടുത്തെ ജനങ്ങളെ സേവനം ചെയ്തുകൊണ്ട് 5 വർഷം തുടരാനാണ് എൻ്റെ തൽക്കാലത്തെ തീരുമാനം. പാർട്ടിയിലെ ഒരു വളരെ അച്ചടക്കമുള്ള പ്രവർത്തകയായിട്ട് ഞാൻ തുടരും. തൃപ്തയാണ്, ഹാപ്പിയാണ്. ഞാൻ ഇവിടെ തന്നെ ഒരു 5 വർഷത്തേക്ക് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട് മനസ്സിൽ. തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് കൗൺസിലറാകാൻ വേണ്ടി മാത്രമല്ല, മേയറാക്കുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്തുകൂടിയായിരുന്നു എന്ന് ആർ ശ്രീലേഖ രാവിലെ തുറന്നടിച്ചിരുന്നു. അതുകൂടി കാണാം. ഞാൻ കൗൺസിലർ ആകാനായിട്ട് മത്സരത്തിൽ നിൽക്കാൻ വിസമ്മതിച്ചിരുന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നതാണ്, വെറും കൗൺസിലറായിട്ടല്ല ഞങ്ങളെ കാണുന്നത്, അതിലുപരിയായിട്ട് തിരുവനന്തപുരം നമ്മുടെ ഇലക്ഷൻ്റെ ഒരു മുഖമായിട്ട് ഞാൻ നിൽക്കണം, എല്ലാവർക്കും കൂടെ വേണ്ടി പ്രവർത്തിക്കണം, മേയർ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ആ സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, പത്രങ്ങൾക്കും അറിയാം, ഇവിടെയുള്ള ജനങ്ങൾക്കും അറിയാം. സനീഷ, ഇപ്പോൾ എന്താണ് ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ കോർപ്പറേഷൻ പിടിച്ചെടുത്ത നടപടി തന്നെ പലതരം ആഭ്യന്തര തർക്കങ്ങൾക്ക് വഴിവെക്കുമോ എന്നാണ് തോന്നുന്നത്. നിശ്ചയമായിട്ട് ഇതിപ്പോൾ ശ്രീലേഖയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പം മുമ്പ് വന്നിട്ടുണ്ട്, മാധ്യമങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ട്. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്, എനിക്കിങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ 2 ബൈറ്റുകൾ നോക്കിയാൽ അതിനകത്ത് ശ്രീലേഖ പറയുന്നത്, എനിക്ക് ഓഫർ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല, ഇവിടെ തന്നെ തുടരാൻ തന്നെയാണ് തൽക്കാലത്തേക്ക് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് ആൾ ശ്രദ്ധിക്കില്ല. അത് ഒന്നുകിൽ അവർ രാഷ്ട്രീയക്കാരി എന്ന നിലക്ക് സാമർത്ഥ്യത്തോടെ പറഞ്ഞാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് സ്ലിപ്പായിട്ട് വന്നതാണ്. എന്തായാലും തൽക്കാലത്തേക്ക് എന്നാണ്. പാർട്ടി നിങ്ങൾ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകയും മത്സരിക്കാതിരിക്കില്ല. അതുകൊണ്ട് ഇനിയും അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് പറയുന്നത് കൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ നേതാക്കൾക്ക്, പ്രത്യേകിച്ചും വലിയ ഔദ്യോഗിക പദവിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മാധ്യമങ്ങളോട് വലിയ വിമർശനവും ദേഷ്യമൊക്കെ വരുന്നത്. ഞാനതിലേക്കല്ല പ്രധാനമായിട്ടും പോകുന്നത്. 2 പോയിൻ്റാണ് എനിക്ക് പറയാനുള്ള ഹർഷ. അതായത് 1, കെ സുരേന്ദ്രൻ്റെ വട്ടിയൂർക്കാവിലേക്കുള്ള അവകാശവാദം. 2, BJP നേതാക്കളെല്ലാവരും തിരുവനന്തപുരത്തേക്ക് കേന്ദ്രീകരിക്കുന്നത്. 1,
കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് ആവശ്യപ്പെട്ടാൽ വട്ടിയൂർക്കാവ് കൊടുക്കുക എന്നത് BJP ചെയ്യേണ്ടുന്നൊരു കാര്യമായിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച് വന്നിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം തെരഞ്ഞെടുപ്പിൽ നടത്തിയ ആൾ കെ സുരേന്ദ്രനാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാനിടയില്ല. കാരണം 86 or 85 വോട്ടുകൾക്ക് മഞ്ചേശ്വരത്ത് അത്രമാത്രം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആളാണ് ഈ കെ സുരേന്ദ്രൻ. അത്രത്തോളം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന BJP നേതാവ് കേരളത്തിൽ മറ്റൊരാളില്ല എന്നതിൽ ആർക്കും അത്ഭുതം ഉണ്ടാകാനിടയില്ല. ഒ രാജഗോപാൽ വിജയിച്ചിട്ടുണ്ട്. ഒ രാജഗോപാൽ ഒരുപാട് കാലം കേരളത്തിലെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു മുതിർന്ന മനുഷ്യനായിട്ട്, മുതിർന്ന ആളായിട്ട് ബഹുമാനത്തോടെ പരിഗണിക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഒരു വിജയമുണ്ടാക്കിയത്. സുരേഷ് ഗോപി, അദ്ദേഹം കേരളത്തിലെ 3ാമത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ആകപ്പാടെ സ്നേഹം വാങ്ങിയതുകൊണ്ട് ആ സൂപ്പർ സ്റ്റാർ പദവി കൂടി കിട്ടിയൊരു വോട്ടായിട്ട് വേണം നമ്മളതിനെ കാണാൻ. അദ്ദേഹം അവിടെ ചെന്നോടെ അവിടെ തൃശ്ശൂരിൽ ആരും അങ്ങോട്ട് പോകാനില്ലാത്ത വിധം തൃശ്ശൂർ വരണ്ടു പോവുകയാണ് വോട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് എന്നും കൂടെ നമ്മൾ പരിശോധിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ ഏറ്റവും ശക്തമായുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തിയ ആളാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലത്താണ് വളരെ താഴെ നിന്നിരുന്ന BJP പടിപടിയായിട്ട് ഇപ്പോൾ വിജയിക്കാനാകും എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് നമ്മൾ കാണണം. അവിടെ കെ സുരേന്ദ്രൻ്റെ മാത്രം കപ്പാസിറ്റി കൊണ്ടാണ്, പവർ കൊണ്ടാണെന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം നരേന്ദ്രമോദി അവിടെ അദ്ദേഹത്തിൻ്റെ സർക്കാർ BJP ദേശീയ രാഷ്ട്രീയത്തിലാകെ തന്നെയും പടിപടിയായിട്ട് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന കാലത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം കൊണ്ടുകൂടിയാണ് ഇവിടെ അങ്ങനെ ഒരു ജനങ്ങൾക്ക് വോട്ട് ചെയ്തേക്കാവുന്നൊരു തോന്നലൊക്കെ ഉണ്ടായത് എന്ന് വരുമ്പോൾ തന്നെ അദ്ദേഹം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ വലിയ മുന്നേറ്റമാണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ചോദ്യമാണ്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഒരു BJPക്കകത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സീറ്റ് എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ പാർട്ടി കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ എനിക്ക് സീറ്റ് വേണ്ട എന്ന് പറയുമ്പോഴും വട്ടിയൂർക്കാവിലെ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം ശ്രീലേഖയും കെ സുരേന്ദ്രനും തമ്മിലുള്ളതാവുകയില്ല എന്ന് നമുക്കറിയാം. കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ളതാണ് ആവുക. കാരണം രാജീവ് ചന്ദ്രശേഖരനാണ് ആ സീറ്റ് എടുത്ത് വട്ടിയൂർക്കാവിൽ എടുത്തിട്ട് ശ്രീലേഖയ്ക്ക് കൊടുക്കാൻ താല്പര്യമുള്ളതും അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളും രാജീവ് ചന്ദ്രശേഖരനായിരിക്കുമെന്ന് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആൾക്കറിയാം. അതുകൊണ്ട് മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും തമ്മിലുള്ള ഒരു ആശയ വിനിമയമായിരിക്കും അതിനകത്ത് നടക്കേണ്ടി വരിക എന്ന കാര്യമാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. രണ്ടാമത്തേത്, എല്ലാവരും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ്? തൃശ്ശൂരല്ല, അല്ലെങ്കിൽ പാലക്കാടല്ല, തിരുവനന്തപുരമാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിലേക്ക് ഇവരെല്ലാം മാറിയിട്ടുണ്ട്. വി മുരളീധരൻ, എല്ലാവരും, കെ സുരേന്ദ്രൻ, എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അങ്ങോട്ടേക്ക് പോവുകയാണ്. PK കൃഷ്ണദാസ്, എല്ലാവരും. പക്ഷേ അതിനകത്ത് ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഹർഷ, അവർക്കത് അത്ര എളുപ്പത്തിലല്ല BJP തിരുവനന്തപുരത്ത് ജയിക്കാൻ പോകുന്നതെന്ന കാര്യം നമ്മൾ കാണണം. അവിടെ കോർപ്പറേഷനിൽ വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഭരിക്കുന്നവരാണ്. BJP രാഷ്ട്രീയത്തിന് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വേരോട്ടം നഗരകേന്ദ്രങ്ങളിലും ഉൾനാടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനകം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, CPM-ഉം കോൺഗ്രസും BJP മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അവിടെ CPM ഒരു പണിയും ചെയ്തിട്ടില്ല. അവിടെ CPM-കാർ വീട് കയറി വോട്ട് ചോദിച്ചിട്ട് പോലുമില്ല. അത് അവർ നാണക്കേട് കൊണ്ട് പുറത്തു പറയാതിരിക്കുന്നതാണ്. അവരുടെ നേതൃയോഗത്തിനകത്ത് വസ്തുതാപരമായുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പണിയും അവരെടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടുന്ന ആളുകൾ അവരവരുടെ പണിയുമായിട്ട് ആ കാര്യങ്ങളിലായിരുന്നു. അല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ചെറുപ്പക്കാരും മറ്റുമായിട്ടുള്ള ആളുകളെ വിജയിപ്പിക്കാനുള്ള പണിയിലല്ലായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിത് നേരത്തെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അമിത ആത്മവിശ്വാസം കൊണ്ടും അലസത കൊണ്ടും ഞങ്ങളുടെ പണിയല്ല ഇത് എന്നതുകൊണ്ടും അവർ ആ ഭാഗത്തേക്ക് ശ്രദ്ധ ഊന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. അവർ ഇതിനുമപ്പുറത്ത് ഇതെന്തായാലും നിസ്സാരമായിട്ട് കുട്ടികൾ കടന്നുകൊള്ളും, അതിനുശേഷം ടീമിൻ്റെ കളി കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സജ്ജരായിട്ടിരുന്നേക്കാം എന്ന മട്ടിലിരിക്കുകയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട മുഖ്യ നേതാക്കളെല്ലാം എന്ന് നമ്മൾ കാണണം. അത് അവരുടെ പാർട്ടിക്കകത്തൊക്കെ അത് വലിയ വിഷയമായിരിക്കും. പക്ഷേ അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ടും നിയമസഭയിൽ ഉണ്ടാകുമല്ലോ. നിയമസഭയിൽ അവർ ഒന്നുകൂടെ ജാഗ്രതയായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്നത് പോലെ ഒരു കോർപ്പറേഷൻ വിജയിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ പറയുന്ന മണ്ഡലങ്ങളെല്ലാം എളുപ്പത്തിൽ BJPക്ക് പിടിച്ചെടുക്കാനാകും എന്ന് വിചാരിക്കുന്നത് അത്രക്ക് നന്നായിരിക്കുകയില്ല. ഇതിപ്പോൾ ചർച്ചകൾ നടക്കുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. BJP ചിലപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ വേറെ നടത്തുമായിരിക്കും. അത് നടത്തിക്കോട്ടെ. അങ്ങനെ രാഷ്ട്രീയമായിട്ട് നന്നായിട്ട് അവർ ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമുണ്ട്. അല്ലാതെ എല്ലാ ആളുകളും തിരുവനന്തപുരത്തേക്ക് അങ്ങ് പോകുന്നു എന്നതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ നടക്കാനിടയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? കയ്യിലുണ്ടായിരുന്ന 600 വാർഡുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. 1500-ലേറെ വാർഡുകൾ ചെറിയ വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. 1900-ലേറെ വാർഡുകൾ മാത്രമേ സംസ്ഥാനത്ത് കിട്ടിയിട്ടുള്ളൂ. 4000 വാർഡുകളെങ്കിലും കിട്ടേണ്ടതായിരുന്നു. ബാക്കിയെല്ലാം ചെറിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടതാണ് എന്നതാണ് അവരുടെ കണക്ക്. സംസ്ഥാനത്ത് ആകപ്പാടെ അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുകയല്ല ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ കേരളത്തിൽ ഒരു ത്രികക്ഷി പോരാട്ടം നടക്കുന്നു എന്ന തോന്നൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ദേശീയ തലത്തിലെ മാധ്യമങ്ങൾ
അവർ പ്രവചിക്കുന്നത് പോലും 10-8 സീറ്റാണെങ്കിൽ പോലും ഇവിടെ എന്തോ നെറ്റിനൊക്കെ എല്ലാവരും കൂടെ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് നിന്ന് മത്സരിക്കുകയാണെന്ന തോന്നലുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ അത്രയ്ക്ക് ശുഭകരമല്ല ബി ജെ പിയുടെ സ്ഥിതി. ആ സംസ്ഥാനത്ത് ആകെപ്പാടെ ശുഭകരമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയാസം തിരുവനന്തപുരത്ത് കൂടെ ഉണ്ടാകും എന്നെല്ലാ നേതാക്കളും അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നായിരിക്കും ബി ജെ പിയുടെ പ്രവർത്തകർ ഈ നേതൃത്വത്തോട് ആവശ്യപ്പെടുക. തീർച്ചയായും ഇതിനകത്തൊരു പ്രശ്നം വിഭാഗീയത. ഏതാണ്ട് ഇപ്പോൾ പുതിയൊരു നേതൃത്വം ഈ മട്ടിലൊരു കോർപ്പറേറ്റ് സ്വഭാവമുള്ള നേതൃത്വം വരുമ്പോൾ വിഭാഗീയത ഒഴിവാകും എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു ആ ഘട്ടത്തിൽ. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. വിഭാഗീയത കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ആ വിഭാഗീയതയിൽ രാജീവ് ചന്ദ്രശേഖർ വേറൊരു തരത്തിൽ ദേശീയ നേതൃത്വവുമായി അടുത്ത് നിൽക്കുന്നയാളും ഒക്കെയാണ്, കോർപ്പറേറ്റാണ്, മറ്റൊരു തരത്തിൽ മുന്നേറാൻ കഴിയും, അദ്ദേഹത്തിന് വലിയ വരാഹി അടക്കമുള്ള വലിയ ടീമുണ്ട് എന്നൊക്കെ ആണ് പറഞ്ഞതെങ്കിൽ ഇതെല്ലാം കയ്യിലുള്ളപ്പോഴും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഈ കോർപ്പറേഷൻ്റെ ഭരണം, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം കൂടി ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഈ സമയം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ കസേരയിലുണ്ടാകുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ആ മട്ടിലുള്ള തിരിച്ചടി യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഓർഗനൈസ്ഡായി ഈ ലഭ്യമാക്കാൻ കഴിയുമായിരുന്ന, അതായത് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥലങ്ങളുടെയൊക്കെ എണ്ണം വളരെ കൂടുതലാണ്. അവിടെ ഓർഗനൈസേഷണൽ ആയിട്ടുള്ള പരാജയം തന്നെയാണ് ആ നിലയ്ക്ക് വിലയിരുത്തുമ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അപ്പോൾ അതിലെല്ലാം ആ തിരിച്ചടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ വി മുരളീധരനും കെ സുരേന്ദ്രനും വി രാജേഷും ഒക്കെ അടങ്ങുന്ന ആളുകൾക്ക് ഓരോ സ്ഥലത്തേക്ക് കടന്നിരിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൂടി നമ്മളിത് കാണുന്നുണ്ട് സമാന്തരമായി. ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നം എന്താണ്? ഇന്നിപ്പോൾ അവർ തുറന്നു പറഞ്ഞല്ലോ, ശ്രീലേഖ തുറന്നു പറഞ്ഞു എന്നെ മേയറാക്കാം എന്ന് പറഞ്ഞിട്ട് മത്സരിച്ച് പറ്റിച്ചതാണ് എന്നുള്ളത് അത് തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞു അങ്ങനെ അവർക്ക് പറയാനിടയായ സാഹചര്യം എന്താണ്? രാജീവ് ചന്ദ്രശേഖർ വാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ മേയറാക്കാം എന്നുള്ളത്. പക്ഷേ തീരുമാനമെടുത്തത് രാജീവ് ചന്ദ്രശേഖർ അല്ല ആര് മേയറാകണം എന്നുള്ളത്. ആ മട്ടിലാണ് ഇവിടെയും തീരുമാനം ഉണ്ടാവുക. വേറൊരു ബി ജെ പിക്കുള്ളിൽ തന്നെ ഒരു മുറുമുറുപ്പുണ്ടായ വിഷയമാണ് രാജീവ് ചന്ദ്രശേഖർ സ്വയം ഇതിന് തൊട്ടു പിന്നാലെ നേമത്തെ സ്ഥാനാർത്ഥി ഞാനായിരിക്കും എന്നങ്ങ് പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായി എന്താണ് വി മുരളീധരൻ എന്നാൽ പിന്നെ കഴക്കൂട്ടം ഞാനും എന്നുള്ള മട്ടിലേക്ക് അതിനെ ആ നിലയ്ക്ക് പിന്നീട് തുടർന്നു വരുന്ന വാർത്തകളുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ഇവർ പങ്കിട്ടെടുക്കുന്ന രീതിയാണ് അവിടെ നമ്മൾ കണ്ടത്, കഴക്കൂട്ടത്തും നേമത്തും. അപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് ആര് വരണം? അപ്പോൾ ഇത് ഈ ഇത്ര മേയർ സ്ഥാനത്ത് നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ മേയറാക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള ആൾ സ്വാഭാവികമായും പകരം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടാകാമല്ലോ വരുന്ന വാർത്തകൾ നമ്മൾ പരിഗണിച്ചാൽ. അങ്ങനെ ആ ആലോചനയ്ക്ക് കൂടി തടയിട്ടിരിക്കുകയാണ് ഇപ്പോൾ വി മുരളീധര പക്ഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ വിഭാഗം. അപ്പോൾ അവിടെ കെ സുരേന്ദ്രൻ വരണം. എല്ലാ മെറിറ്റും ആ നിലയ്ക്ക് നോക്കിയാൽ കെ സുരേന്ദ്രൻ തന്നെയാണ്. സനീഷ് നേരത്തെ ഇവിടെ വിശദീകരിച്ചതാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും പറയാനില്ല. ക്രമാനുഗതമായി വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നയാൾ കെ സുരേന്ദ്രനാണ്. ഇതെല്ലാം ആയിരിക്കെ തന്നെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബോധം വേറൊരു തരത്തിലാണോ എന്നുള്ളത് നമ്മൾ മുൻ തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം കൂടി എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഏറ്റവും വലിയ ഒഴുക്ക് ബി ജെ പിയിലേക്ക് വോട്ട് ശതമാനത്തിൽ ഉണ്ടായത്, ഒരു കുതിപ്പുണ്ടായത് 2016 മാത്രമാണ്. 2016 ഉണ്ടായ മട്ടിലുള്ള കുതിപ്പ് പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ കുതിപ്പുണ്ടാകുന്നത് എന്താണ്? BDJS വരുന്നു, വേറൊരു തരത്തിലുള്ള ഒരു സാമൂഹ്യ മാറ്റം ഇവിടെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള പ്രതീതി ഉണ്ടാകുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ, അതായത് അതിനേക്കാൾ വോട്ട് ശതമാനം വർദ്ധിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. BJPക്ക് 2016 വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ വലിയ ചർച്ചകളും ഒരു പ്രതീതിയും നിർമ്മിതിയും ഒക്കെ ഉണ്ടായത് 2016 കാരണം ആ സ്പൈക്ക് ചെയ്തത് അത്രയും കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ 2016 പാർലമെൻറ്റ് അവിടുന്ന് 2024 വരുമ്പോഴുള്ള ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രയും കാലം കൊണ്ടാണ് പിന്നെ അത്രയും വളരുന്നത്. പക്ഷേ 2016 അങ്ങനെ ആയിരുന്നില്ല, കുതിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊരു പാറ്റേണായി എടുത്താൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മട്ടിൽ പെർഫോം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? 2021 നിയമസഭാ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16% വോട്ട് അവർക്ക് NDAക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ 2021 ആകുമ്പോഴേക്ക് അത് 12% ചുരുങ്ങി. 12%. അതായത് അതെങ്ങനെ കയറിയോ അതുപോലെ താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് കണ്ടത്. പിന്നെ നമ്മൾ കാണുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ്. അതെല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും BJPക്ക് എപ്പോഴും കുറച്ചുകൂടി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. പൊതുവെ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഘട്ടം ഘട്ടമായി വോട്ട് വർദ്ധിപ്പിക്കുക. 2015 വോട്ട് 13% നിന്ന് 2020 15% എത്തി. പക്ഷേ 2025 ആകുമ്പോഴേക്ക് 14.7% അത് താഴേക്ക് വീണ്ടും വരുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല
ജയിച്ച സ്ഥലത്ത് ഇത്രയും സ്ഥലത്ത് തോക്കുക എന്നുള്ളത് ആനുപാതികമായി നോക്കിയാൽ മറ്റു പാർട്ടികളുമായിട്ടുള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അസ്വാഭാവികമായ സംഗതി തന്നെയാണ്. ഇത്രയധികം ജയിച്ച സ്ഥലത്ത് പരാജയപ്പെട്ടു എന്നുള്ളത്. പരാജയപ്പെടാതെ വിജയിച്ചു വരാമായിരുന്നു പലയിടത്തും എന്നുള്ളത് കണക്ക് സനീഷ് പറഞ്ഞല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നേതൃത്വത്തിൻ്റെ പിഴവായി വളരെ എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവർ ആലോചിക്കുന്ന മട്ടിലൊന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ആലോചിക്കുന്ന മട്ടിലായിരിക്കില്ല ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പോവുക. മാത്രമല്ല ആദ്യഘട്ടത്തിൽ 20% മേൽ വോട്ട്, 18 സീറ്റ് എന്നൊക്കെയുള്ള സങ്കല്പമാണ് ഒരു കെ സുരേന്ദ്രൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇനിയും അതിനേക്കാൾ കൂട്ടി പറയും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% എന്ന് പറഞ്ഞിടത്താണ് 14% മാത്രം അവർക്ക് വോട്ട് ലഭിച്ചത്. അപ്പോൾ ഇനിയും കൂട്ടി പറയും. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ പറയുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതിലേക്ക്. ആ പ്രതീക്ഷയിലേക്ക് ഇനി പോവില്ല. ഇനി ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ വേണമെങ്കിലും പറയാം. ഈ പറയുന്ന എന്താണ് വോട്ട് നില എന്നുള്ളത്, വോട്ട് ശതമാനം എന്നുള്ളത് ഇതിനപ്പുറത്ത് വലിയ വളർച്ച ഉണ്ടാവാനുള്ള സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിൽക്കുന്ന ഒരു തലത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ഇതുവരെ ആർജിച്ചതിനപ്പുറത്തേക്കുള്ള വോട്ട് ശതമാനം ഇനി BJPക്ക് NDAക്ക് നേടാൻ ഇപ്പോൾ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയ്ക്ക് ശക്തമായി LDFും UDFും തമ്മിലുള്ള പോരാട്ടം എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞു. അതെ, കറക്റ്റാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ഹർഷ. അതായത് തിരുവനന്തപുരത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതായത് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ CPMകാർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന എൻ്റെ വിലയിരുത്തൽ. അത് CPM തിരുവനന്തപുരത്തൊക്കെ വലിയ ശക്തമാണല്ലോ എന്നൊരു തോന്നൽ വെച്ച് ഞാൻ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രവർത്തിക്കാൻ അവർക്ക് യഥാർത്ഥത്തിൽ ആളില്ലാഞ്ഞിട്ടാണെങ്കിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചോദിക്കാൻ ഈ നാട്ടിൽ ആളുകൾ ഇറങ്ങാത്ത നില ഉണ്ടാകുമെങ്കിൽ ഈ പറയുന്നത് BJPക്ക് അനുകൂലമായിട്ട് വരും കേട്ടോ. അതുകൂടെ അവർ ആത്മവിശ്വാസത്തോടെ കാണണം. ഞാൻ എൻ്റെ ഒരു മുൻവിചാരം വെച്ച് പറഞ്ഞതാണ്. അതായത് അവർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല, അത് അവരുടെ അലസത കൊണ്ടാണ് എന്നത്. ഇനി അലസത കൊണ്ടല്ല, സംഘടനാപരമായിട്ടുള്ള വീഴ്ച കൊണ്ടാണെങ്കിൽ പിന്നെ അതിനകത്തൊരു ഒരുപക്ഷെ അലസതയാണെന്ന് തന്നെ വിലയിരുത്താൻ കഴിയൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഒരു ജീവനക്കാരൻ്റെ തന്നെ വീട്ടിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, വീട്ടിൽ വന്നില്ല, പാർട്ടിക്കാർ വന്നില്ല. എന്താണ് അച്ഛൻ്റെ പരാതി? എന്താണ്? ഫണ്ട് പിരിക്കാൻ വന്നില്ല എന്നുള്ളതാണ്. വൈകാരികമായി തന്നെയാണ് ആ വിഷയത്തെ പാർട്ടി പ്രവർത്തകരൊന്നുമല്ല, പക്ഷേ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകൾ കാണുന്നത്. അതായത് ഫണ്ട് പിരിക്കാൻ വന്നില്ലെങ്കിൽ അത് അലസതയാണ്. നഗരമധ്യത്തിലെ മണ്ഡലങ്ങളിൽ, വാർഡുകളിൽ 2ഉം 3ഉം തവണ BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ വന്നപ്പോൾ, ആളുകൾ വോട്ട് ചോദിച്ച് വന്നപ്പോൾ സ്ഥാനാർത്ഥി ഒരു തവണ പോലും വരാത്ത വീടുകളുണ്ട്. അത്ര എന്തൊരു അലസതയാണെന്ന് ആലോചിച്ചു. അത് അലസത അല്ലെങ്കിൽ ഇവർ അത്രമാത്രം വീക്കാണ് CPM യഥാർത്ഥത്തിൽ അവിടെ സംഘടനാപരമായിട്ട് എന്നുകൂടിയാണ് അത് BJP ഗുണം. അതെ. വട്ടിയൂർക്കാവ് എന്നത് കേരളത്തിൽ BJP കണ്ടുവയ്ക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ട് മികച്ച പ്രകടനം ഉറപ്പാക്കാൻ BJP തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. CPIMനും BJPക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമായ സീറ്റ് എന്ന നിലയിൽ വട്ടിയൂർക്കാവ് കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലവുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടന്നത് തന്നെ വട്ടിയൂർക്കാവിലെ ചർച്ചകളിലൂടെയായിരുന്നു. ശ്രീലേഖ VK പ്രശാന്ത് തർക്കമായിരുന്നു ആ ചർച്ചകളുടെ പരിസരം. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നതിൻ്റെ ആദ്യഘട്ടത്തിലും അതേ മണ്ഡലം തുടർ ചർച്ചയാവുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും അതിനുശേഷവും സജീവ ചർച്ചയായി തുടരുന്ന രാഷ്ട്രീയ പരീക്ഷണശാല തന്നെയാകും വട്ടിയൂർക്കാവ് എന്ന് ഉറപ്പാണ്. അടുത്ത വിഷയത്തിലേക്ക്.